ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ കാണാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ നേരെ പോയത് ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. സ്വാമിമാരൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്, കുളിക്കേണ്ട തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ വാതിൽ തുറക്കുന്നുണ്ട്. നല്ല തണുപ്പല്ലേ പുറത്ത്. ഇപ്പം വൃശ്ചിക മാസത്തെ എന്താ പറയുക, മഞ്ഞും ഒക്കെ ആകുമ്പോൾ രാവിലെ ഒരു എന്താ പറയുക മൂടിക്കെട്ടിയ കാലാവസ്ഥ. ഒന്ന് എഴുന്നേക്കാൻ തന്നെ ഒരു മടിയല്ലേ, ശീതം കാരണം പുറത്തിറങ്ങാനും മടിയാണ്. വെളിച്ചം വന്ന് തുടങ്ങിയിട്ടില്ല. ഞാൻ രാവിലെ തന്നെ പുറം വാതിൽ തുറന്നതിന് ശേഷം അടുക്കള വാതിലിലേക്ക് പോയിട്ടുണ്ട്. അടുക്കള വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. പിന്നെ കുട്ടിസ്വാമിക്ക് കുളിക്കാൻ വെള്ളം വേണം, അതുകൊണ്ട് കുട്ടിസ്വാമിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കുളിക്കാൻ വേണ്ടി. തണുപ്പല്ലേ, വില്യസ്വാമി അങ്ങനെ അങ്ങ് കുളിക്കും, കുട്ടിസ്വാമിക്ക് തണുപ്പ് പറ്റൂല. അപ്പോൾ ഇതാ വില്യസ്വാമി വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ദീപമൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അവർ ഇനി അമ്പലത്തിലേക്ക് പോവാണ്. അങ്ങനെ രണ്ടാളും ഇതാ അമ്പലത്തിലേക്ക് തൂകാൻ വേണ്ടി പോകുന്നുണ്ട്. മടിയായത് കാരണം കുട്ടിസ്വാമിക്ക് എണീക്കാനും മടിയാണ്, പക്ഷേ പിടിച്ച് എണീപ്പിച്ച് കൊണ്ടുപോകും. രാവിലെ ഒരു 5 മണിക്കൊക്കെ എണീപ്പിക്കുന്നതല്ലേ. അങ്ങനെ അവർ പോയ സമയത്ത് ഞാൻ വന്ന് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. മസാല ഞാൻ ഇന്നലെ വറുത്ത് വെച്ചു. പിന്നെ തണുപ്പായതുകൊണ്ട് ഒരു അടിപൊളി ചൂട് കട്ടൻ കാപ്പി അങ്ങ് തട്ടിയിട്ടുണ്ട്. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ നുറുക്കിയെടുക്കുന്നുണ്ട്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ തട്ടിക്കൂട്ടി മസാലയും ചേർത്ത് അതവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇത് എന്താ പറയുക, ബീറ്റ്റൂട്ട് തോരനാണ് വെക്കാൻ പോകുന്നത്. ബീറ്റ്റൂട്ട് തോരൻ ഞാൻ ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട. വലിയ ഏതെങ്കിലും കഷ്ണമാക്കി എടുത്തിട്ട് ചോപ്പറിലിട്ട് ചന്നം പിന്നെ വെച്ച് കഴിഞ്ഞാൽ സംഭവം വരും. പക്ഷേ ചോപ്പർ എനിക്ക് പണി തന്നു. പക്ഷെ അപ്പോഴും ഞാൻ തോറ്റു കൊടുത്തില്ല, കാരണം എക്സ്ട്രാ ഒരാൾ കൂടി ഇരിക്കുന്നുണ്ട് മേലെ തട്ടുമേൽ. അപ്പോൾ ആളെ എടുത്ത് ഞാൻ അതിലേക്ക് മാറ്റിയിട്ട് അതുകൂടി ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ ബീറ്റ്റൂട്ട് വറവ് അവിടെ ഞാൻ കട്ട് ചെയ്ത് സെറ്റാക്കി മാറ്റി വെച്ച് അതിലേക്കുള്ള തേങ്ങയും പൊട്ടിക്കുന്നുണ്ട്. കറിക്ക് വെക്കേണ്ട തേങ്ങയാണ്. വെള്ളം കുടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ തേങ്ങ വെള്ളം എല്ലാം കുടിച്ച് കഴിഞ്ഞാൽ എന്താ ഷുഗർ വരുമോ, അല്ലെ പിന്നെ രാവിലെ തന്നെയാണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇതാ തോരനുള്ള ബീട്രൂട്ട് ഞാൻ അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇതാ വെന്ത് വരുന്നുണ്ട്. അതിനെ അരപ്പൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ പുട്ടാണ് ഇന്ന് വെക്കുന്നത്. പുട്ടിന് ഞാൻ ഇഷ്ടു കറിയാണ് ആക്കി ഇഷ്ടു കറിയിലേക്കുള്ള വറവ് താളിക്കുന്ന. അതിൽ തേങ്ങ കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങ കൂടി വറുത്തിട്ടാണ് എടുക്കുന്ന. നേരം ഒരു നല്ല സ്മെല്ല് വരില്ലേ. പിന്നെ ഞാൻ കുരുമുളക് ഇങ്ങനെ കുത്തി ചീച്ചിട്ട് ഈ വറക്കുന്നതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം ആ കുരുമുളകും ആ ചൂടായതും കൂടിയുള്ളൊരു മണവും കൂടി ആകുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. പിന്നെ ഇതാ സ്വാമി പണിക്ക് പോകുമ്പോൾ മോൾ ഇതാ ബാക്കിൽ കയറി, ഇതൊരു സ്ഥിരം ശീലാച്ചൻ്റെ വണ്ടിയുടെ ബാക്കിൽ കയറിയിരിക്കുക എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്ര വരെയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.